ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിരങ്ങ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് ചിരങ്ങ കറി വെക്കാനാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിന്ന് അത് വെച്ചിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ചിരങ്ങ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നൊന്നും ഒരിക്കലും അറിയില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ട് ഉണ്ടാക്കാനും. അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിരങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിരങ്ങ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിലൊക്കെ മതിയാവും കേട്ടോ. അതോടെ തന്നെ നമ്മുടെ ചിരങ്ങ ഒന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് ചിരങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചിരങ്ങ നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ചിരങ്ങ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തണുത്ത വിപ്പിംഗ് ക്രീമാണ്. അതൊന്ന് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഐസ്ക്രീമിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ക്രീം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്കൂപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു സദാ വെള്ളത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് എടുക്കുന്നത് അതൊന്ന് അതിലേക്കൊന്ന് മുക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തിന് കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഇത് ചിരങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐസ്ക്രീം മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്